വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോ നമ്മുടെ പാകിസ്ഥാനിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനിൽ ഗ്വാദ്വാർ തുറമുഖം അറിയാലോ, ചൈനയുടെ കയ്യിലാണ് ഗ്വാദ്വാർ തുറമുഖം ഇരിക്കുന്നത്. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് അത് ചൈനയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടില്ല, അത് ഞങ്ങളുടേതാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു. പക്ഷെ ചൈന അത് സമ്മതിച്ചു തരുന്നില്ല. കാരണം ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ്, ചൈനയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ബെൽറ്റ് ആൻഡ് റോഡ്. ആ ബെൽറ്റ് ആൻഡ് റോഡിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാന ഇടം എന്ന് പറയുന്നത് ഗ്വാദ്വാർ തുറമുഖമാണ്. കാരണം ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യക്ക് സൈഡിലുള്ള അറേബ്യൻ സീയിലേക്ക് വന്നിറങ്ങാനുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഈ ഗ്വാദ്വാർ തുറമുഖം എന്ന് പറയുന്നത് ചൈനയ്ക്ക്. അതുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാന് ആ, വേണ്ടി അവിടെ ഗ്വാദ്വാർ തുറമുഖത്തിൽ വൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഈ പേരും പറഞ്ഞ് പാകിസ്ഥാൻ നാവികസേനയെയും ചൈന ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കിയിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാനുമായിട്ട് ചൈന ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പാകിസ്ഥാനെ കടക്കണിയിലാക്കി ആ തുറമുഖം ഇങ്ങനെ മേടിക്കുക എന്നുള്ളതാണ്. ശ്രീലങ്കയെ എങ്ങനെയാണോ ഹമ്പൻ തോട്ട നേടിയെടുത്തത് അതുപോലെ മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ചൈനയ്ക്ക് ചെറുതായിട്ടൊന്ന് പണി പാളിപ്പോയി. പാകിസ്ഥാൻ ചൈന വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. കാരണം പാകിസ്ഥാൻ ആ തുറമുഖം ഞങ്ങൾ വിട്ടു തരില്ല എന്ന് പറയുന്നു. അപ്പൊ ചൈന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മുടക്കിയ പണം നിങ്ങൾ തിരിച്ചു തരൂ എന്ന് ചൈന ആ, പറഞ്ഞോ പറയാതെ അങ്ങനെ രണ്ടൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. പറഞ്ഞിട്ടുമില്ല, പറയാതിരുന്നിട്ടുമില്ല. അപ്പൊ പാകിസ്ഥാൻ അതൊരു പേടിയായിട്ടുണ്ട്. കാരണം ചൈന മുടക്കിയ പണം തിരിച്ചു കൊടുക്കണം, എന്തായാലും ഗ്വാദ്വാർ കടക്കണിയിൽ ഞങ്ങൾ വീണു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ അവിടെയുള്ള ജനങ്ങളെ പിഴിയാനായിട്ട് തീരുമാനിച്ചു. അവിടെയുള്ള ജനങ്ങൾക്ക് മേൽ അമിത നികുതി ഭാരം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. പാകിസ്ഥാൻ വമ്പൻ പ്രതിസന്ധിയിലോട്ട് വീണുകൊണ്ടേയിരിക്കുകയാണ്. ചൈനയ്ക്ക് ഗ്വാദ്വാർ തുറമുഖത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ആ തുറമുഖം ഇരിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ആ ഒരു സ്ഥലം, അതാണ് ചൈനയെ ഹഠാത് ആകർഷിച്ചത് എന്നുള്ളതാണ്. പോരാത്തതിന് ബെൽറ്റ് ആൻഡ് റോഡിൽ വലിയൊരു മേൽക്കൈയും കിട്ടും ചൈനയ്ക്ക് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഗതി എന്താകും? പാകിസ്ഥാൻ ശ്രീലങ്ക പോലെ ബംഗ്ലാദേശ് പോലെ ചിന്നിച്ചിതറി പോകാൻ സാധ്യതയുണ്ട്. ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ്, ഒരു വമ്പൻ കലാപമായിരുന്നു അവിടെ കടക്കിണിയിലായപ്പോൾ. പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ രാഖി രാമായണം കെട്ടുകെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ പ്രസിഡന്റിന്റെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു, ബെഡ്റൂമിൽ കിടക്കുന്നു, ജനങ്ങൾ അവിടെ കയറി വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കുന്നു. അതുപോലെ ആയി മാറുമോ പാകിസ്ഥാൻ? എന്താ തോന്നുന്നു? ധനുഷ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ ഗദ്വാർ പ്രദേശവും ഗദ്വാർ തുറമുഖവും നമ്മുടെ കൈവെള്ളയിൽ കൊണ്ട് വെച്ച് തന്നതാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പ്രധാനമന്ത്രി എടുത്ത തിരുമണ്ടൻ തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗദ്വാർ പ്രദേശവും ഗദ്വാർ തുറമുഖവും. അത് പാകിസ്ഥാന്റേതായിരുന്നില്ല. ഉം. 1783 മുതൽ ഒമാന്റെ കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു. ഒമാൻ സുൽത്താനേറ്റിന്റെ കീഴിലുള്ള പ്രദേശമായിരുന്നു ഒമാന്റെ പ്രദേശം. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഒമാൻ സുൽത്താൻ, ഇന്ത്യയോട് വലിയ താല്പര്യമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഒമാൻ സുൽത്താനും ഒമാൻ രാജ്യമൊക്കെ മുൻപ് മുതലേ തന്നെ. ജവഹർലാൽ നെഹ്റുവിനോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇത് വിലക്കെടുക്കൂ, നിങ്ങൾക്ക് ഉം. തരാൻ ഞങ്ങൾക്ക് താല്പര്യമാണ്. അന്നത് തുറമുഖമല്ല, ഒരു മത്സ്യബന്ധന മേഖല മാത്രമാണ്. അറേബ്യൻ ഇത് ബലൂചിസ്ഥാനിലാണ്. ഇപ്പൊ ഈ പ്രക്ഷോഭങ്ങളും ലഹളകളും ഒക്കെ നടക്കുന്ന ബലൂചിസ്ഥാൻ പ്രദേശത്ത്. അന്ന് ഇന്ത്യയോട് ഒമാൻ സുൽത്താൻ പറഞ്ഞതാണ് 1947. അപ്പോൾ നെഹ്റു അത് കേട്ടില്ല. ഇനി വേണമെങ്കിൽ എന്റെ ഈ വാദത്തെ വിമർശിക്കുന്നവർക്ക് വേണമെങ്കിൽ പറയാം, 1947 നമ്മുടെ കയ്യിൽ എവിടുന്ന് ഇതൊക്കെ വാങ്ങിക്കാനുള്ള പണമെന്ന്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ആധികാരികമായ രേഖയിൽ പറയുന്നു, അന്ന് ഈ ഗദ്വാർ പ്രദേശം വാങ്ങാൻ ജൈനന്മാർ, ജൈന സമൂഹം എന്ന് പറയുന്നത് വലിയ ബിസിനസ് ഗ്രൂപ്പാണ്. ഈ ജൈനന്മാർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഒരു സന്യാസി സമൂഹം മാത്രമല്ല, വലിയ ഇന്ത്യയിലെ തന്നെ വലിയ, ലോകത്തിലെ തന്നെ വലിയ ബിസിനസ് ഗ്രൂപ്പാണ് അവര്. അവര് ഉം. പണം തരാൻ തയ്യാറായിരുന്നു, നെഹ്റുവിന് കൊടുക്കാൻ തയ്യാറായിരുന്നു. ഇത് വാങ്ങും, നമുക്ക് ബിസിനസ്സിന് ഇത് പറ്റും, ഞങ്ങൾ തരാൻ പണം എന്ന് പറഞ്ഞിട്ട് പോലും നെഹ്റു ഇത് വേണ്ട എന്ന് വെച്ച ഒരു പ്രദേശവും തുറമുഖവുമാണ്. അങ്ങനെ 1958 ഒമാൻ ഇത് പാകിസ്ഥാന് 3 മില്യൺ പൗണ്ടിന് ഇത് വിൽക്കുന്നു. ഇത് പാകിസ്ഥാൻ എടുക്കാനുള്ള ഒരു കാരണം വെച്ചാൽ, അന്ന് പാകിസ്ഥാനില് 1958 വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നു. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫിറോസ് ഖാൻ നൂൺ എന്നാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് നോക്കുക. ഫിറോസ് ഖാൻ നൂൺ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി വന്നു. അദ്ദേഹം ഈ ലണ്ടനിലൊക്കെ പഠിച്ചിട്ട് വന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, കൊള്ളാം, കുഴപ്പമില്ല എന്ന് തോന്നി. ഇതുപോലെ തന്നെ ആക്സിയാൻ മേഖല പണ്ട് ചൈന പിടിച്ചപ്പോൾ നെഹ്റു പറഞ്ഞത്, നമുക്കെന്തിനാണ് ആ പ്രദേശം, പുല്ലുപോലും മുളയ്ക്കാത്ത പ്രദേശം എന്നാണ് പറഞ്ഞത്. അപ്പം ആ അക്സാച്ചൻ. പുള്ളിക്ക് മണ്ടത്തരങ്ങൾ, അക്സാജൻ, പുള്ളിക്ക് അത് മണ്ടത്തരം പറയുക പറ്റുക എന്നൊരു രീതിയിൽ. പക്ഷെ ഇത് നമുക്കൊരു തന്ത്രപ്രധാന മേഖലയായിരുന്നു. അത് ഒമാൻ നമുക്ക് നൽകാൻ തയ്യാറായിരുന്നു. അന്നത് വാങ്ങിക്കാനുള്ള പണം കൊടുക്കാൻ ജൈന സമൂഹം തയ്യാറായിരുന്നു. പക്ഷെ അത്
നമ്മൾ വാങ്ങിയില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അതിന് കനത്ത വില നൽകേണ്ടി വന്നു. ഇന്ന് ഈ പറയുന്ന ഗദ്വാർ തുറമുഖത്തിന് ഒരു ചെറിയ തടയെങ്കിലും വിടാനാണ് ഇതിന്റെ 200 കിലോമീറ്റർ അപ്പുറത്തുള്ള ചബ്ബാർ തുറമുഖം ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തത്. ഇതിന്റെ 200 കിലോമീറ്റർ അകലെയാണെന്ന് പറഞ്ഞു. വളരെ അടുത്ത് കിടക്കുന്ന ഈ പ്രദേശം അന്ന് ഒമാൻ സുൽത്താൻ ആഗ്രഹം ഇന്ത്യക്ക് നൽകാൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് പാകിസ്ഥാൻ കൊടുക്കാൻ താല്പര്യമില്ല. പിന്നെ പാകിസ്ഥാൻ ഇത് വിൽക്കുകയായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ ഇത് കുറെ നാൾ കൊണ്ടു നടന്നു. അവർക്കും പ്രത്യേകിച്ച് ഒന്നും അതിൽ തോന്നിയില്ല, ഗുണമൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. അങ്ങനെ ഇരിക്കെ 2013 ചൈന ഇത് ആവശ്യപ്പെട്ടു. അപ്പൊ ഈ ചൈന അവരുടെ ഈ ഗതാഗത ട്രേഡിംഗ് റൂട്ടുകൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എല്ലായിടത്തും അവർക്ക് ഒരു സൈനിക താവളം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ശ്രീലങ്കയിലെ ഹമ്പന്തോട്ടൻ തുറമുഖം അതേപോലെ തന്നെ കൈകൊടുത്തൊരു മേഖലയാണ് ഈ പറയുന്ന ഗദ്വാർ തുറമുഖം എന്ന് പറയുന്നത് 2013. അത് 40 വർഷത്തേക്കുള്ള ഒരു കരാറാണ്. 40 വർഷത്തേക്കുള്ള ഒരു പാട്ട കരാറിലാണ് ഇത് ചൈനയ്ക്ക് കൊടുക്കുന്നത്. ചൈനയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചൈന ഭയങ്കര ഹാപ്പിയായി. കാരണം ഒരുപാട് ഗുണങ്ങൾ ചൈനയ്ക്ക് അതുണ്ട്. അതിപ്പോ ഇന്ന് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ തലവര തന്നെ മാറിപ്പോകുന്ന ഒരു തുറമുഖമായിരുന്നു. ഇന്ന് നമുക്ക് ചബ്ബാർ തുറമുഖം ഏറ്റെടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു ഇതിന് അപ്പുറത്തുള്ളത്. കാരണം നല്ലൊരു സുഗമമായ ഒരു റൂട്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അത് കളഞ്ഞു വിളിച്ചു. ഇപ്പൊ ചൈന അത് ഏറ്റെടുത്തതിന് ശേഷം ചൈനയ്ക്ക് ലോട്ടറി അടിച്ച പോലെ ആയി. ചൈന അത് ഏറ്റെടുത്തതിന് ശേഷം ഈ ചൈനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അവർ ഈ കരാറിൽ കൊണ്ടാണ് ഏറ്റെടുക്കുന്നെങ്കിൽ അവരുടെ ഒരു പ്രദേശമാക്കി അതങ്ങ് മാറ്റും. അവരുടെ ഒരു രാജ്യത്തിന്റെ ഭാഗം പോലെയാണ് അത്. പക്ഷെ ചൈനയ്ക്ക് ഇവിടെ കൈകൊള്ളാൻ കാരണം അത് ഈ ബലൂചിസ്ഥാനിലാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത്. ഈ ഗദ്ദാർ പ്രദേശം എന്ന് പറയുന്നത് ഈ തുറമുഖമൊക്കെ നിലനിൽക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും ഫോഴ്സും ഒക്കെ വലിയ രീതിയിൽ ഒരു സ്വതന്ത്ര രാജ്യമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നമുക്കറിയാം. എല്ലാ ദിവസവും പാക് സൈനികർ കൊല്ലപ്പെടുകയും ഇപ്പോ താലിബാൻകാരുകൂടി അതിർത്തി കയറി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ എപ്പോഴും തലവേദനയുള്ള ഒരു പ്രദേശം. ഇവിടെ ചൈനയ്ക്ക് അധിക ദൂരം മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ കൂടിയാണ് അവരുടെ റോഡ് പോകുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ഒരു വലിയ സാമ്പത്തിക ഇടനാഴിയുണ്ട്, അത് കടന്നു പോകുന്നത് ഈ വഴിയാണ്. അപ്പൊ ചൈനക്കാർ അവരുടെ എഞ്ചിനീയർമാർ ഒരുപാട് പേര് ചൈനയുടെ കൊല്ലപ്പെട്ടു. ചൈന പൊറുതിമുട്ടി. ഇതിനിടയിൽ ഈ തുറമുഖം കിട്ടിയ സമയത്ത് തന്നെ ചൈന വാരിക്കൊരു കുറെ സഹായം, സൈനിക സഹായം ഈ പാകിസ്ഥാന് ചെയ്തു. കുറെ അന്തർവാഹിനികൾ കൊടുത്തു, കുറെ എയർക്രാഫ്റ്റുകൾ കൊടുത്തു, അങ്ങനെ കുറെ സഹായങ്ങളൊക്കെ ചെയ്തു, ഇല്ലെന്ന് പറയണ്ട. അപ്പം അത് കൊടുത്തിരുന്നു. 8 കപ്പലോ അങ്ങനെ കൊടുത്തു. പക്ഷെ ഈ കപ്പൽ പലതും കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയും പിന്നീട് വന്നിരുന്നു. എയർക്രാഫ്റ്റും കംപ്ലൈന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. ഇതേ പരിപാടി തന്നെ ചൈന നേപ്പാളിലും ചെയ്തിട്ടുണ്ട്. ഈ കണ്ടം ചെയ്യാൻ വെക്കുന്ന സാധനം കൊടുക്കുക, അതിനൊരു പൈസ ഇട്ട് കൊടുക്കുക. അപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോഴത്തേനും ചൈനയ്ക്ക് ഈ റോഡ് പണിയായിട്ട് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ ചൈനയ്ക്ക് ഏറ്റവും വലിയ തട്ടുകേട് കിട്ടിയെന്ന് വെച്ചാൽ അവരുടെ റോഡ് പദ്ധതി ഒന്ന് അവിടെ, മറ്റൊന്ന് മ്യാൻമാറിൽ കൂടെ കടന്നു പോകുന്ന പദ്ധതി. അത് നമ്മൾ ഇന്നലെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തിരുന്നു. അരക്കൻ ആർമിയുടെ ഒരു കാര്യമാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തത്. അവിടെ അവരുടെ റോഡ് പണി മുടങ്ങിക്കിടക്കുകയാണ്. അവിടെ ക്ലിയർ ആകും ചിലപ്പോൾ. പക്ഷെ എവിടെ മ്യാൻമാറിൽ കൂടെയുള്ള റോഡ് പണി. പക്ഷെ ഈ ബലൂചിസ്ഥാനിൽ കൂടെയുള്ള റോഡ് പണി അവർക്ക് ഈ അടുത്ത കാലത്തും ഇതാകില്ല, മുൻപോട്ട് പോകില്ല. അപ്പൊ ചൈന ഉദ്ദേശിച്ച സമയത്തൊന്നും അവര് മുതൽ മുടക്കിയ സമയത്തൊന്നും ഈ റോഡിന്റെ വർക്ക് എങ്ങും എത്തിയില്ല. അത് മാത്രമല്ല അവരുടെ ഈ റോഡിന്റെ പദ്ധതി കൊണ്ടുവരുമ്പോൾ അവർ മുൻപോട്ട് വെച്ച ഒരു വലിയ കാര്യം, കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഏത് രാജ്യത്തോടാണ് കടന്നു പോകുന്നത് അവരും കൂടെ പണം മുടക്കണമെന്നാണ്. പൊതുവെ കടം കയറി മുടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ആ പൈസ മുടക്കാനില്ല. അപ്പൊ ചൈന പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ മുടക്കിക്കൊള്ളാം, അത് നിങ്ങളുടെ ഇതിൽ വരവ് വെക്കും, തിരിച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല ബലൂചിസ്ഥാൻ. ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഈ ബലൂചിസ്ഥാനില് ഇവരെ തുറമുഖം പോയിട്ട് ചൈനക്കാരെ പോലും നിർത്തത്തില്ലെന്ന് ബലൂചിസ്ഥാൻ ജനത പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ വലിയ പ്രക്ഷോഭമാണ്. ഒരുപക്ഷെ പാകിസ്ഥാന് തോന്നി തുടങ്ങിയിട്ടുണ്ടാകും ഇത് കൈവിട്ട് പോയി, ഗദ്ദാർ തുറമുഖം ചൈനയുടെ കയ്യിലേക്ക് പോയി എന്ന് അവർക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് അവരിത് ഇപ്പോഴത് തിരിച്ചു പറയാൻ തുടങ്ങിയത്. ഇത് തിരിച്ച് വേണം എന്ന് പറയാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് തിരിച്ചു കിട്ടുക പ്രയാസകരവുമാണ്. അപ്പോൾ ഈ പണം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ ജനങ്ങൾക്ക് മേലിൽ നികുതി ഭാരം ചുമത്തിയിരിക്കുന്നത്. പൊതുവെ വലിയ അരക്ഷിതാവസ്ഥയിലാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അവിടുത്തെ ഈ നാണ്യപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ഈ വിഷയങ്ങളിലൊക്കെ നിരന്തരം പ്രക്ഷോഭങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ അതേ രീതിയിൽ അവിടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വലിയ നികുതി ഭാരം കൂടെ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം മുമ്പ് വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു. അവിടെ ഈ വൈദ്യുതിക്ക് ചാർജ് ഭയങ്കരമായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു. ഈ വൈദ്യുതിക്ക് ചാർജ് വർദ്ധിപ്പിക്കുന്നതല്ല എന്റെ വാർത്ത, അതല്ല. അവിടെ 8-10 മണിക്കൂറൊക്കെ ആണ് ഒരു ദിവസം പവർ കട്ട്. അപ്പൊ ഈ കറണ്ട് ഇല്ലാഞ്ഞിട്ടും കറണ്ട് ഇല്ല എന്നിട്ടും വൈദ്യുതിയുടെ ചാർജ് ഡബിൾ ആക്കും. അതാണ് ജനങ്ങൾക്കുള്ള പ്രതിഷേധം. അങ്ങനെ വലിയ പ്രതിഷേധം നടക്കുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ നികുതി ഭാരം ചുമത്തുന്നത്. ശരിക്കും ഈ നികുതി ഭാരത്തിന്റെ ഒരു ചെറിയ ശതമാനം പോലും ബലൂചിസ്ഥാനികൾ അടക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ മൊത്തത്തിൽ പ്രശ്നമായിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഈ തുറമുഖം എന്ന് പറഞ്ഞ ഒരു നിർണായക തുറമുഖമാണ്, ദക്ഷിണേഷ്യയിലെ ഒരു നിർണായക തുറമുഖം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈനയ്ക്കും ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല.
കാരണം ഈ ബലൂചിസ്ഥാന്റെ ടെറർ, ചൈനയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് പോയി ഈ ടെറർ പ്രോബ്ലംസ് ഉള്ള ഏരിയകളിൽ അവരവിടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാറില്ല. അതെ അതെ അവരവിടുന്ന് എത്രയും പെട്ടെന്ന് തടി ഊരി പോവുകയാണ് അവരെപ്പോഴും ചെയ്യുന്നത്. ശ്രീലങ്ക പ്രോബ്ലംസും correct. കാര്യങ്ങളും ഉണ്ടായപ്പോൾ അവിടെ നിന്ന് ഒരു സ്കൂട്ടായി. ഇപ്പൊ മ്യാൻമാറിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ അവർക്ക് കയറി അടിച്ച് നിരപ്പാക്കിയിട്ട് ചെയ്യാം, പക്ഷെ അവരതിനൊന്നും തുനിയത്തില്ല. അവർ പറഞ്ഞു വേണ്ട. കാരണം എന്താ വെച്ചാൽ ബംഗ്ലാദേശ് അവര് ഇവർ നല്ല തൊട്ടിട്ടില്ല. തൊട്ടിട്ടില്ല. കാരണം ഇവര് ഒരു പക്കാ ബിസിനസ്സുകാരാണ്. ചൈന ആയാലും ഇപ്പോഴത്തെ ഈ ട്രംപിന്റെ അമേരിക്ക ആയാലും ഒക്കെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയും നമ്മളെല്ലാം ഒരു പക്കാ ഉം. ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആരോടും വഴക്കിന് പോകാതെ അല്ലെങ്കിൽ ആരോടും അക്രമത്തിന് പോകാതെ, കാരണം അവരുടെ സമയം നഷ്ടമാകും, വലിയ രീതിയിൽ പണം വേസ്റ്റ് ആകും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാല്. അതെ. പകരം ബുദ്ധിപൂർവ്വം അവിടുന്ന് മാറി ഇങ്ങോട്ട് ഏതാണ്ട് ഈ നമ്മുടെ ഹമ്പൻതോട്ട തുറമുഖത്തിന്റെ പണി ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവർ നേരെ ഗദ്ദോറിലേക്ക് വന്നിട്ട് ഇനി അത് ഡെവലപ്പ് ചെയ്യാന്ന് കരുതിയത്. അപ്പോഴാണ് ദേ ബലൂചിസ്ഥാനികളുടെ പ്രശ്നം വരുന്നത്. അങ്ങനെ പക്ഷെ ഇപ്പം ചൈന കൂടുതൽ, ചൈനയും ഇന്ത്യയും ഇപ്പൊ ലക്ഷ്യം വെക്കുന്ന മേഖല ആഫ്രിക്കയാണ്. ആഫ്രിക്ക ഉം. ചൈനയ്ക്ക് തുറമുഖങ്ങൾ അനുമതിയുണ്ട്. ഇപ്പോൾ ഇന്ത്യയും ആ വഴി ആഫ്രിക്കയിലോട്ട് തുറമുഖങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആഫ്രിക്കയിൽ ഇപ്പൊ എല്ലാവരുടെ ശ്രദ്ധ മുഴുവൻ പോകുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അതെ തന്നെയാണ് അതെ ചൈന ഇത് കണക്കുള്ള കിഴക്കൻ ഏഷ്യയിലെ ഈ ശ്രീലങ്കയും പാകിസ്ഥാനൊക്കെ ചൈന വലിയ ആ ഇതൊന്നും ശ്രദ്ധ കൊടുക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം. പക്ഷെ ഇവിടെ നമുക്ക് പറയാനുള്ള ഈ തുറമുഖത്തെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ ഭരണാധികാരി ആയ ശ്രീമാൻ നെഹ്റുവിനോട് നമുക്ക് ഒരു വലിയ ദേഷ്യമാണ് ഈ ഒരു കാര്യത്തിൽ നമുക്കുള്ളത്. കാരണം ഒമാൻ സുൽത്താൻ നമുക്ക് നൽകാം, നിങ്ങൾക്ക് ഉം. നൽകാനാണ് എനിക്ക് താല്പര്യം, കാരണം പാകിസ്ഥാൻ കൊടുക്കുന്നത് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൊടുക്കുകയും പിന്നീട് 1958 പാകിസ്ഥാനിന്റെ ഒരു പ്രസ്റ്റീജ് വിഷയമായി കണ്ട് അവർ വിലക്കെടുക്കുകയും ചെയ്തു. എന്നിട്ട് അവർക്കും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ എന്തോരം കാര്യങ്ങൾ പോയിരിക്കുന്നു. നമ്മുടെ വീറ്റോ പവറൊക്കെ അങ്ങനെയല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോയത്. അതെ അതെ അതെ. അതായത് ഒരു ഉം. ഒരു എന്താ പറയുന്നത്, എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നെഹ്റു പാക് അധീന കശ്മീർ. വലിയ മഹാൻ. അതെ അതെ അതെ. അതായത് നെഹ്റു ഒരു നമുക്ക് തുറന്നു പറയുന്നത് മടിയില്ല. നമ്മൾ ഭരണാധികാരികൾ നല്ലതാണ് നല്ലതെന്ന് പറയാം. ഇന്ദിരാഗാന്ധിയെ പോലെ ആയിരുന്നില്ല നെഹ്റു. അദ്ദേഹം ഒരു 80% ഫെയിലിയർ ആയിട്ടുള്ള ഒരു ഒരു പ്രധാനമന്ത്രിയായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നതായാലും നടപ്പാക്കുന്നതായാലും ഒക്കെ. അത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബം പോലെ, അല്ലെങ്കിൽ എന്റെ സ്വന്തം തറവാടാണിത് എനിക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്നത് പോലെ കൊണ്ടു നടന്ന ഒരു രാജ്യമായിരുന്നു ഇത്. അത് അതെ. തോന്നിവാസങ്ങളല്ലേ. ഇപ്പൊ നമ്മുടെ പറമ്പിന്റെ ഒരു സൈഡ് ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്റെ പറമ്പല്ലേ പോട്ടെ കുറെ എന്ന് പറയുന്നത് കണക്കാണ് എല്ലാം പോയത്. അതിലൊരു പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഇത് എത്ര പേർക്ക് ഇതിന്റെ ചരിത്രം അറിയാം എന്ന് എനിക്ക് അറിയില്ല. ഈ തുറമുഖം നമ്മുടേതായിരുന്നു, നമ്മുടെ കൈവെള്ളം കൊണ്ട് വിശന്നിട്ട് പോയാൽ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്തില്ല അത്. അതിനുശേഷമാണ് അവർ പാകിസ്ഥാൻ 47-ലാണ്, 58-ലാണ് ഇത് പാകിസ്ഥാൻ കൊടുക്കുന്നത്. അതും 3 മില്യൺ പൗണ്ടിനാണ് അത് കൊടുക്കുന്നത്. അതിന്റെ ഇരട്ടി കൊടുക്കാൻ ഇവിടുത്തെ ജൈനന്മാർ അന്ന് തയ്യാറായിരുന്നാണ്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്ര രേഖകളുള്ളതാണ്, അല്ല നമ്മൾ ഊഹിച്ചു ഉം. പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് ഈ ഗദ്ദാർ തുറമുഖം ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഈ ഗദ്ദാർ തുറമുഖം ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അവിടെ കൂടെ അവർ പണിയുന്ന റോഡിന്റെ പണിയും നടക്കുന്നില്ല ഇപ്പോൾ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം അതിന്റെ ഒരു പരമകോടിയിലാണ്, ഒരു പീക്ക് ലെവലിലാണ്, വലിയ രീതിയിലുള്ള അതുണ്ട്. അത് കൂടാതെ തന്നെ താലിബാൻ, ഒരുപക്ഷെ ഇന്ത്യയാണ് ഈ ബലൂചിസ്ഥാനികളെ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സിന്റെ ഒക്കെ പിന്നിൽ നിന്ന് ഈ നമ്മുടെ റോയും അജിത് ഡോവലും ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ നിന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. ഉം. അവരാണ് ഈ ബലൂചിസ്ഥാനികളെ ഇങ്ങനെ ഇതിന് വേണ്ട വെപ്പൺസ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവർക്കുള്ള മെഡിസിൻസ് ഒക്കെ നമ്മളാണ് എത്തിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത്. താലിബാനുമായിട്ടും ഇപ്പൊ നമ്മൾ നല്ല കണക്ഷനാണ്. അപ്പൊ താലിബാൻ ഇപ്പൊ ഒരു സൈഡിൽ കൂടെ കയറി അടി തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനെ. അപ്പൊ ഏതായാലും ബലൂചിസ്ഥാനില് ഇതൊരു പുതിയ തേങ്ങ പോലെയാണ് ഗദ്ദാർ തുറമുഖം ഇരിക്കുന്നത്. ആദ്യം ഇന്ത്യക്ക് നൽകാന്ന് പറഞ്ഞ് ഇന്ത്യ വേണ്ട എന്ന് വെച്ച് ഒരു അബദ്ധം. പിന്നെ പാകിസ്ഥാന് കിട്ടിയിട്ടും വലിയ പ്രയോജനം അത് ഉണ്ടായില്ല. ഇപ്പൊ ഇതാ ചൈനയ്ക്ക് കിട്ടിയിട്ടും അത് വലിയ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതാണ് അതിന്റെ ഈ ഒരു സാഹചര്യം. പാകിസ്ഥാനുമായിട്ട് കൈ കൊടുക്കുന്നത് ചൈനയ്ക്ക് നിരന്തര സാമ്പത്തിക നഷ്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെയും നിരന്തരം എന്തിനാണ് പാകിസ്ഥാനുമായിട്ട് ചൈന കൈ കൊടുക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത്. പാകിസ്ഥാൻ ചൈനയെ സംബന്ധിച്ച് ഒരു നിർണായകമായ രാജ്യമാണ്. അതായത് രാജ്യം എന്ന് ഉം. വെച്ചാൽ ഈ പാകിസ്ഥാനിൽ നിന്ന് അവർക്ക്, അതായത് ഈ ചൈന ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ, അതെല്ലാം അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യം തന്നെ. അങ്ങനെയുള്ള രാജ്യങ്ങളെ സഹായിക്കുക, അവരുടെ ഏറിയ പങ്ക് എഴുതി വാങ്ങുക എന്നുള്ളതാണ്. തുറമുഖമായാലും ഉം. റോഡായാലും മറ്റുള്ള കാര്യം. നമുക്ക് നേപ്പാളിലെ ഒരു കാര്യം പറയാം. നേപ്പാളിലെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമാനം പണിത് കൊടുത്തത് ചൈനയായിരുന്നു. ആദ്യത്തെ വിമാനം ഇറങ്ങിയപ്പോൾ തന്നെ 165 പേര് കൊല്ലപ്പെട്ടു. ആ വിമാനം ഇടിച്ചിറങ്ങി വല്ല ഇതായിപ്പോയി. പിന്നീട് ഇന്റർനാഷണൽ ഉം. ഫ്ലൈറ്റ്സ് ഒന്നും ആ വിമാനത്തിൽ വന്നില്ല. എനിക്കൊന്ന് പൊക്രയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നേപ്പാളിലെ ഈ വിമാനം ഈ എയർപോർട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമായി കടം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു
കടം തിരിച്ചു കൊടുക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഇപ്പോഴെന്ത് പറ്റി? ഇപ്പൊ നമ്മൾ തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തൊരു വാർത്തയുണ്ടായിരുന്നു. അവരുടെ ഒരു റോഡ് പദ്ധതിയിൽ നേപ്പാളിനെ കൊണ്ട് ഒപ്പുവെച്ചു. അതായത് ഹിമാലയം വഴി കടന്നു പോകുന്ന ഒരു വലിയ റോഡ് പദ്ധതി. അത് ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ട് അങ്ങനെ ഒരു റോഡ് വരുന്നതിൽ. ഇന്ത്യൻ അതിർത്തി വഴിയാണ് അത് കയറി, നേപ്പാളിലെ ബോർഡർ ഇന്ത്യയുടെ ആണല്ലോ. അതുവഴി അവർക്ക് സുഗമമായിട്ട് നേപ്പാൾ ഉടനീളം സഞ്ചരിച്ച് അപ്പുറത്തേക്ക് എത്താനുള്ള രീതിയിലാണ് ആ റോഡ് വരുന്നത്. അതിനകത്ത് അവരെ ഒപ്പിടിച്ചു. കാരണം ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പൈസയില്ല, പലിശ സഹിതം വലിയ കൂടുതലാണ്. അപ്പൊ ഇവര് ചൈനയോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ ഈ കടം എഴുതി തള്ളണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗ്രാൻഡ് ആക്കി തരണം എന്ന് പറഞ്ഞു. ഗ്രാൻഡ് ആക്കി കഴിയുമ്പോൾ ഈ പലിശ ഒന്നുമില്ല ഗ്രാൻഡിന്. അപ്പൊ ഗ്രാൻഡ് ആക്കി തരണം ചൈനയോട് ആവശ്യപ്പെട്ടപ്പോൾ ചൈന പറഞ്ഞൊരു കാര്യം, ഗ്രാൻഡ് ആക്കാം, പക്ഷെ പകരം നിങ്ങൾ ഈ റോഡ് പദ്ധതിയിൽ ഒപ്പിടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഓരോ ഭാഗങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ് ചൈനയുടെ എക്കാലത്തെയും ആഗ്രഹം. ചൈനയ്ക്ക് ഏറ്റവും വലിയ ആഗ്രഹം കറാച്ചി തുറമുഖം തന്നെ ആയിരിക്കും അവരുടെ മനസ്സിലുള്ള ലക്ഷ്യം. കാരണം അതായിരിക്കും അവർ മനസ്സിൽ കാണുന്നത്. കാരണം പാപ്പരായി കഴിഞ്ഞാൽ പിന്നെ എന്തും നടക്കും. പിന്നെ അത് കൂടാതെ ചൈനയെ സംബന്ധിച്ച് പാകിസ്ഥാനെ പിണക്കി മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ നല്ല അടുത്ത ബന്ധമുള്ള രാജ്യമാണ് അന്നും ഇന്നും. കാരണം ഇപ്പോൾ ഈ അമേരിക്ക വലിയ രീതിയിൽ പാകിസ്ഥാനെ സഹായിക്കുന്നില്ല, പക്ഷെ സഹായിക്കുന്നില്ല എന്നല്ല, സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ പാകിസ്ഥാനെ പിണക്കി കഴിഞ്ഞാൽ അവര് പിന്നെ വീണ്ടും അമേരിക്കയായിട്ട് കൂടുതൽ അടുക്കും. അങ്ങനെ കൂടുതൽ അടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പം, അതിന്റെ ഏറ്റവും വലിയ ദോഷവശം ചൈനയ്ക്കാണ്. അതുകൊണ്ടാണ് ഈ പാകിസ്ഥാനെ ഈ കടമാണെങ്കിലും ഒക്കെ ഈ പിണക്കാതെ ഈ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് കൊടുക്കുന്നത്. കാരണം ഇവര് സാമ്പത്തിക സഹായം കൊടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാലോ, ഇവർ ഇച്ചിരി മുറുകിക്കഴിഞ്ഞാലും പാകിസ്ഥാന് പിന്നെ വേറെ ഗതിയില്ല. അവർ പിന്നെ നേരെ പോകുന്നത് എങ്ങോട്ടായിരിക്കും? അവർ നേരെ പോകുന്നത് പിന്നെ അമേരിക്കയുടെ കാൽക്കീഴിലേക്കായിരിക്കും. ഇനിയിപ്പോ ട്രംപ് മാറുമ്പോഴേ സിറ്റുവേഷൻ മാറുമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ട്രംപ് ബുദ്ധിമാനായതുകൊണ്ട് പാകിസ്ഥാനികൾക്ക് കൂടുതൽ പണവും കൂടുതൽ ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ചൈനയായിട്ടുള്ള ബന്ധം പതുക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പൊ അത് നിലനിർത്താൻ വേണ്ടിയിട്ട്, അങ്ങനെയാണല്ലോ നമ്മുടെ ഈ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ആ ഒരു മനോഭാവത്തിലാണ് ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നത്. അല്ലാതെ ചൈനയ്ക്ക് ഇപ്പം ഇന്ത്യയോട് ഫൈറ്റ് ചെയ്യാൻ പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം അത് ചൈനയ്ക്ക് ഇന്ത്യയോട് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള രാജ്യമാണ്. അപ്പൊ പിന്നെ അവർക്ക് പാകിസ്ഥാന്റെ സഹായം സൈനികപരമായിട്ട് വേണ്ട. പിന്നെ സാമ്പത്തികപരമായിട്ട് അവിടുന്ന് വലുതായിട്ടൊന്നും കിട്ടില്ല. പക്ഷെ ഇതേപോലെ റോഡും തുറമുഖങ്ങളും വേറെ എന്തെങ്കിലും കൊണ്ട്, എന്തിനു പറയുന്നത്, ഇമ്രാൻഖാന്റെ വീട്ടിലെ പോത്തിനെ വരെ വിറ്റ് വരുന്ന ഒരു സാമ്പത്തിക ടൈറ്റ് വന്നപ്പോ ഇമ്രാൻഖാന്റെ വീട്ടില് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പം ഈ പോത്തുണ്ടായിരുന്നു. പോത്ത്, അദ്ദേഹത്തിന്റെ ഗോശാലയിൽ. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തൊഴുത്ത് ഉള്ളതുപോലെ അവിടുത്തെ ഇമ്രാൻഖാന്റെ ഔദ്യോഗിക വസതി പോത്തുണ്ടായിരുന്നു. ആ പോത്തിനെ വരെ വിറ്റ് സാമ്പത്തിക പ്രതിസന്ധിയിൽ വിൽക്കേണ്ടി വന്നു അവിടുത്തെ ഒരു പ്രധാനമന്ത്രിക്ക്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ ഇപ്പൊ അമേരിക്ക ചെയ്തിരിക്കുന്ന, അവരെ ഇപ്പൊ ഗ്രേ സ്കെയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാൻ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഗ്രേ ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവര് രണ്ടു മൂന്ന് ഭീകര സംഘടനകളൊക്കെ നിരോധിച്ചായിരുന്നു പാകിസ്ഥാൻ. അതുകൊണ്ടാണ് ഇവര് പറയുന്നത് ആ ഭീകരന് ഇവിടില്ല, ഈ ഭീകരന് ഇവിടില്ല, ഞങ്ങൾ അതിനെതിരെ നിരന്തരം പോരാടുക എന്ന് പറഞ്ഞിട്ട് ഈ അമേരിക്കയുടെ ഗുഡ് ലിസ്റ്റിൽ കയറണം. ഈ ബ്ലാക്കിൽ നിന്ന് ഗ്രേ വരെ കയറിയിട്ടുണ്ട് ഇപ്പൊ. അത് ഈ ബ്ലാക്കിലേക്ക് ആക്കിയത് ഇന്ത്യയുടെ ഇടപെടലാണ്. ഇന്ത്യയാണ് ഇവന്മാരെ ഈ മസൂദ് അവിടെ ഉണ്ട്, മറ്റവൻ അവിടെ ഉണ്ട്, മറിച്ചവൻ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തെളിവ് സഹിതം കൊണ്ടുവന്നിട്ട് ഐക്യരാഷ്ട്ര സഭയിൽ അവിടെ ഇവിടെ കൊണ്ടിടും. അപ്പോഴത്തേന് ഇവന്മാരെ നേരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവന്മാര് കരകയറി ഗ്രേയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഗ്രേയിൽ എത്തിയ സമയത്താണ് കഴിഞ്ഞ ദിവസം 2 ആഴ്ചക്ക് മുമ്പ് അവർ കൊടും ഭീകരൻ, ഇന്റർപോൾ ഒക്കെ തരുന്ന ഒരു കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദ് ആണെന്ന് എനിക്ക് തോന്നുന്നു, പരസ്യമായിട്ട് ഒരു സമ്മേളനത്തിൽ പാകിസ്ഥാനിൽ പങ്കെടുക്കുകയും അതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നപ്പോഴത്തേനും വലിയ പ്രശ്നമായി. അപ്പം അന്താരാഷ്ട്ര വിദഗ്ധര് പറയുന്നത് വീണ്ടും ഈ ഗ്രേയിൽ നിന്ന് ഇവന്മാര് വീണ്ടും ബ്ലാക്കിലേക്ക് പോകും, പൈസ ഒന്നും കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ്. ഏതായാലും പാകിസ്ഥാൻ ഒന്നും കിട്ടിയിട്ടില്ല അതിനെ കുറിച്ച്. കാരണം ഇയാള് മരിച്ചുപോയെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇല്ല. ഇവര് സ്ഥിരം പറയുന്ന സാധനം ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് അറിയത്തില്ല, മരിച്ചു പോയായിരിക്കും, മരിച്ചു പോയി, അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞത്. പക്ഷെ മരിച്ചു പോയെന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ലെന്ന് പറയുന്ന ആളാണ് 2 ആഴ്ച മുമ്പ് പബ്ലിക് മീറ്റിംഗ് പങ്കെടുത്തത്. അതിന്റെ വിഷ്വൽസ് പുറത്തു വന്നു. അപ്പൊ അതും ഇന്ത്യ കൊണ്ടുപോയി കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ബ്ലാക്ക് ലിസ്റ്റിലേക്ക് വരും. ഈ അന്താരാഷ്ട്ര ഫണ്ടുകൾ വേണമല്ലോ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ. ഇപ്പൊ ചൈന അവരെ സഹായിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. അത് പഴയ പോലെ ചൈന സഹായിക്കുന്നുമില്ല. ചെറിയ തുകകളൊക്കെ കൊടുത്താണ് ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഈ ട്രംപ് വരുമ്പോ ഇതിനെല്ലാം മാറ്റം വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം. ഓക്കെ, താങ്ക് യു ബൈ ചേട്ടാ, വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.